സ്റ്റുഡൻസ്, എജുപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇംഗ്ലീഷിലെ ചാപ്റ്റർ 3 ആണ്, ആൻ ആസ്ട്രോളജേഴ്സ് ഡേ. അതായത് ഒരു ജ്യോതിഷിയുടെ ദിവസം എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് വരുന്നത്. നല്ലൊരു കഥയാണ്, അതൊരു സ്റ്റോറിയാണ്. എന്തിനെക്കുറിച്ചിട്ടാണ് ഇത് റിലേറ്റ് ചെയ്യുന്നത്? അതായത് നമ്മുടെ മനുഷ്യൻ്റെ സ്വഭാവ രീതികളെ കുറിച്ചിട്ടാണ്. അതിൻ്റെ സച്ച് ഹൈപ്പോക്രൈസിസ്, സെൽഫിഷ്നെസ്, ഷ്രൂഡ്നെസ്, പിന്നെ പ്രതികാര മനോഭാവം, റിവെഞ്ച്ഫുൾനെസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എൻറ്റയർ ഇംഗ്ലീഷിൻ്റെ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു സമ്മറിയാണ് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് ആയിട്ട് എടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. At midday, an astrologer opened his backpack and took out his professional gear, which included cowrie shells, cloth with mystic charts, a notebook and palmyra writing. അപ്പോൾ എന്താണ് ഇവിടെ ഉള്ളത്? അതായത് അറ്റ് മിഡ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ മധ്യാഹ്നം എന്നൊക്കെ പറയും അല്ലേ. ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദിവസം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം മിഡ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസത്തിൻ്റെ പകുതി, മധ്യാഹ്നം എന്നൊക്കെ ആണ് മലയാളത്തിൽ നമ്മളതിനെ, അല്ലെങ്കിൽ നട്ടുച്ച 12 o'clock ആണ് ഈ ഒരു മിഡ് ഡേ ആയിട്ട് കണക്കാക്കുന്നത്. ആൻഡ് അസ്ട്രോളജർ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് അസ്ട്രോളജർ എന്ന് വെച്ചാൽ അത് ജ്യോതിഷിയാണ് നമ്മൾ മലയാളത്തിൽ അസ്ട്രോളജർ എന്ന് പറയുന്നത്. ഇനി ഓപ്പൺഡ് ഹിസ് ബാക്ക് പാക്ക്, എന്താണ് ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ തുറക്കുക. ഹിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ, ഈ ഒരു ജ്യോതിഷിയുടെ ബാക്ക് പാക്ക് എന്ന് വെച്ചാൽ സഞ്ചി. ഈ ജ്യോതിഷിമാരുടെ കയ്യിലൊക്കെ അധികം സഞ്ചി ആയിരിക്കും അല്ലേ ഉണ്ടാകുന്നത്, അവരുടെ ബാക്ക് പാക്ക് എന്ന് പറയുന്നത് അല്ലേ, തുണി സഞ്ചി ആയിരിക്കും. അപ്പം അദ്ദേഹം ഈ ഒരു മധ്യാഹ്നത്തിൽ ഒരു 12 o'clock ആവും, ആ ഒരു ടൈമിൽ ഇദ്ദേഹത്തിൻ്റെ തുണിസഞ്ചി തുറക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുക വെച്ചാൽ തുറക്കുക. ആൻഡ് ടുക്ക് ഔട്ട് ഹിസ് പ്രൊഫഷണൽ ഗിയർ. ടുക്ക് ഔട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. ഈ ഒരു തുണിസഞ്ചിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഗിയർ, ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഗിയറാണെന്നൊന്നും വിചാരിക്കരുത്. പ്രൊഫഷണൽ ഗിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേമാണ് റൈറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഈ ഒരു പ്രൊഫഷണൽ ഗിയർ മീൻ ചെയ്യുന്നത്, അതായത് നമ്മുടെ പ്രൊഫഷൻ, നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ഒരു ജോലിക്ക് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സോ ടൂൾസോ കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ പ്രൊഫഷണൽ ഗിയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇയാളൊരു ജ്യോതിഷിയാണ്. ജ്യോതിഷീൻ്റെ സഞ്ചിയിൽ അപ്പം എന്താണ് ഉണ്ടാവുക? ഈ ഒരു മെക്കാനിക്കിൻ്റേത് പോലെയുള്ള സാധനം ഉണ്ടാവും, എന്തെങ്കിലും ടൂൾസ് കാര്യങ്ങൾ അല്ല അല്ലേ. ഇയാളുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് അപ്പം താഴെ കൊടുത്തിരിക്കുന്നത്. വിച്ച് ഇൻക്ലൂഡഡ്, അതിൽ ഉൾപ്പെട്ടതാണ് കൗറി ഷെൽസ്, ക്ലോത്ത് വിത്ത് മിസ്റ്റിക് ചാർട്ട്സ്, എ നോട്ട് ബുക്ക് ആൻഡ് എ പാൽമിറ റൈറ്റിംഗ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു തുണിസഞ്ചിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? കൗറി ഷെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഒരു ജ്യോതിഷിയെ മനസ്സിൽ നമ്മൾ സങ്കല്പിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടി വിയിൽ കാണുകയാണെങ്കിൽ അവരുടെ മുന്നിലൊരു കവടി ഉണ്ടാവും അല്ലേ. അതിൻ്റെ അകത്ത് കൗറി ഷെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷെല്ലുണ്ടാവുമല്ലോ, ഒരുമാതിരി ഒരു വൈറ്റ് കളറുള്ള, അതാണല്ലേ കവടി എന്നാണ് നമ്മളതിനെ പറയല്ലേ മലയാളത്തിൽ. അപ്പോൾ അതുണ്ട്. പിന്നെ ക്ലോത്ത് വിത്ത് മിസ്റ്റിക് ചാർട്ട്സ്, ഈ ഗ്രഹനിലയൊക്കെ പറയുന്ന തരത്തിലുള്ള ചാർട്ട് കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ടാവില്ലേ. പിന്നെ ഒരു ക്ലോത്ത്, തുണി, ആ ഒരു തുണി എന്താണ്, അതിൻ്റെ ആ ഒരു തുണിയിലാണ് നമ്മുടെ ഈ ഒരു മിസ്റ്റിക് ഗ്രഹനില ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള ആ ഒരു ചാർട്ട് വരുന്നത്. തുണിയിലായിരിക്കും അത് എഴുതപ്പെടുന്നത്. പിന്നെ ആണെങ്കിൽ ആ നോട്ട് ബുക്ക്, ഒരു ബുക്ക് ഉണ്ടാവും അല്ലേ, അവർ റെഫർ ചെയ്യുന്ന തരത്തിലുള്ളൊരു ബുക്ക് ഉണ്ടാവും. പിന്നെ ആൻഡ് പാൽമിറ റൈറ്റിംഗ്. പാൽമിറ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു വലിയൊരു പാം ട്രീ ആണ് കേട്ടോ. അതിൻ്റെ ലീവ്സ് നമ്മളിപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മലയാളത്തിൽ പറഞ്ഞു തരാന്നുണ്ടെങ്കിൽ താളിയോല ഗ്രന്ഥങ്ങൾ അല്ലേ. അപ്പം അത് മനസ്സിലായല്ലോ. ആ ഒരു പാൽമിറ റൈറ്റിംഗ് ആണ് അവിടെ ഉള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ മധ്യാഹ്നമായി നമ്മുടെ ജ്യോതിഷി അദ്ദേഹത്തിൻ്റെ തുണിസഞ്ചി തുറന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഗിയേഴ്സ് എടുക്കുകയാണ്. അതിൽ ഉൾപ്പെടുന്ന കവിടി ഉണ്ട്, പിന്നെ നമ്മുടെ ഗ്രഹനിലൊക്കെയുള്ള ആ ഒരു ചാർട്ടിൻ്റെ ഒരു ക്ലോത്ത് ഉണ്ട് അതുള്ള, പിന്നെ ആണെങ്കിൽ ഒരു നോട്ട്ബുക്ക് അദ്ദേഹം റെഫർ ചെയ്യുന്ന, പിന്നെ ആണെങ്കിൽ ഒരു താളിയോല ഗ്രന്ഥമുണ്ട്. അപ്പോൾ ഈ ഒരു ഔട്ട്ലുക്ക് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആളെന്താണ്, ഒരു ജ്യോതിഷിയാണെന്ന് അല്ലേ. ജ്യോതിഷിക്കാണല്ലോ ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. ആൻഡ്
ഹി വോർ എ സഫ്രോൺ കളേർഡ് ടർബൻ അറൗണ്ട് ഹിസ് ഹെഡ്. അപ്പോൾ എന്താണ് വോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ധരിക്കുക കേട്ടോ. അപ്പോൾ അദ്ദേഹം എന്താണ് വോർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ധരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു സാഫ്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുങ്കുമപ്പൂവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കുങ്കുമപ്പൂവിൻ്റെ കളറിലുള്ള ഒരു ടർബൻ അറിയാലോ, അത് അദ്ദേഹത്തിൻ്റെ ഹെഡിൽ ഇങ്ങനെ അത് ചുറ്റിയിട്ടുണ്ടായിരുന്നു, അറൗണ്ട് ഹിസ് ഹെഡ്. ആൻഡ് ഹിസ് ഐസ് ഷോൺ വിത്ത് ആൻ അൺനാച്ചുറൽ ബ്രൈറ്റ്നെസ്. പിന്നീട് എന്താണ് അദ്ദേഹത്തിനെ കുറിച്ച് വിവരിക്കുന്നത് ഇവിടെ? ഹിസ് ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകൾ അല്ലേ. കണ്ണുകൾ എങ്ങനെയാണ് ഷോൺ ചെയ്യപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ കാണിക്കാന്ന് വെച്ചാൽ ഷോൺ ചെയ്യുക. അതെങ്ങനെയാണ്? വിത്ത് ആൻ അൺനാച്ചുറൽ ബ്രൈറ്റ്നെസ് അല്ലേ. ഒരു പ്രത്യേക നാച്ചുറൽ ആയിട്ടുള്ള അതിനേക്കാൾ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു പ്രഭാവം അല്ലെങ്കിൽ വെളിച്ചം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പവർ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പീപ്പിൾ were drawn to him in the same way that bees are drawn to cosmos or dahlia stalks. അപ്പോൾ എന്താണ്? പീപ്പിൾ were drawn to him in the same way that. അപ്പോൾ അവിടെ ആളുകൾ അദ്ദേഹത്തിലേക്ക് അടുക്കുന്നുണ്ട്. were drawn to him എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിലേക്ക് അടുക്കുന്നുണ്ട്. ഏത് രീതിയിലാണ്? ഇവിടെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, സെയിം വേ ദാറ്റ് ബീസ് ആർ ഡ്രോൺ ടു കോസ്മോസ് ഓർ ഡാലിയ സ്റ്റാക്സ്. അപ്പോൾ എന്താണ്? നമ്മുടെ കോസ്മോസിലോ അല്ലെങ്കിൽ ഡാലിയ പൂവിലൊക്കെ ഇവിടെ സ്റ്റാക്ക് എന്ന് പറയുന്നതുണ്ടല്ലോ, അത് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ പൊസിഷന് അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂട്ടോ ലീവ്സോ ഇലകളോ വരുന്ന ആ ഒരു ഇതുണ്ട്, കൊമ്പ് അല്ലെങ്കിൽ തണ്ട് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പം അതേപോലെ തന്നെ ഡാലിയൻ്റെ തണ്ടിൽ അല്ലെങ്കിൽ കോസ്മോസിലോ ഈ ഒരു ബീസ് തേനീച്ചകൾ ഇങ്ങനെ പറന്ന് വരുന്നത് പോലെയാണ് ഈ ആളുകൾ ഇവിടെ ഇദ്ദേഹത്തിലേക്ക് ഇങ്ങനെ അടുക്കുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു ജ്യോതിഷമാണ്. ഇപ്പം കൂടുതൽ നമ്മുടെ ഈ ഒരു അന്ധവിശ്വാസികൾ ഉണ്ട്, അല്ലെങ്കിൽ ഇത്തരം കാര്യം അസ്ട്രോളജിയിൽ ഭയങ്കരമായിട്ട് വിശ്വാസം പുലർത്തുന്നവരായി എല്ലാ ആൾക്കാരും. ഈവൻ നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ഒരു എന്തെങ്കിലും പ്രശ്നം വരാമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കുക ഒന്ന് നമ്മുടെ ഗ്രഹനില ഒന്ന് നോക്കാം, എന്താ അറിയില്ലല്ലോ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. എത്ര വിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ വിശ്വാസിയാവുന്ന ഇതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ജ്യോതിഷന്മാർക്കൊക്കെ നല്ല മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് ഇവിടെയുള്ള അസ്ട്രോളജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആൾക്കാർ ഇങ്ങനെ തേനീച്ച കൂട്ടം പോലെ ഇങ്ങനെ അദ്ദേഹത്തിലേക്ക് ഒഴുകി വരികയാണ്. ഹീ സേഡ് ബിനീത്ത് എ ടമറിൻ ട്രീ അറ്റ് ടൗൺ ഹാൾ പാർക്ക്. ഇനിയിപ്പോൾ അദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നതെന്ന് നോക്കണം. ഹീ സാഡ് ബിനീത്ത് എ ടമറിൻ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിമരമാണ് കേട്ടോ. പുളിമരത്തിൻ്റെ അടിയിൽ സാഡ് ബിനീത്ത്, സാറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇരിക്കുക. സാഡ് ബനീത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പുളിമരത്തിൻ്റെ അടിയിലായിട്ടാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. എവിടെയാണ് ഇരിക്കുന്നത്? ടൗൺ ഹാൾ പാർക്കിലെ പുളിമരത്തിൻ്റെ അടിയിലായിട്ടാണ് ഇദ്ദേഹം സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം പ്രവചിക്കുന്നത് പല കാര്യങ്ങളും. വർ എ റേഞ്ച് ഓഫ് ട്രേഡ്സ് ആൻഡ് ഒക്യുപ്പേഷൻസ് വർ റെപ്രസെൻറ്റഡ്. അപ്പം ഈ ഒരു ടൗൺ ഹാൾ പാർക്കിൽ കുറച്ചധികം ട്രേഡ്സ് അല്ലേ, കച്ചവടങ്ങൾ, പിന്നെ പലതരത്തിലുള്ള ജോലികളും അവിടെ നടക്കുന്നുണ്ട്. അതാണ് വർ എ റേഞ്ച് ഓഫ് ട്രേഡ്സ് ആൻഡ് ഒക്യുപ്പേഷൻസ് വർ റെപ്രസെൻറ്റഡ് കൊണ്ട് പറയുന്നത്. ദ അസ്ട്രോളജർ ന്യൂ നത്തിങ് അബൌട്ട് ദി സ്റ്റാർസ്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടി ഈ ഒരു ജ്യോതിഷിയെ കുറിച്ചിട്ട് പിന്നെ പറഞ്ഞു വെക്കാണ്. എന്താണ്? ദ അസ്ട്രോളജർ ന്യൂ നത്തിങ് അബൌട്ട് ദി സ്റ്റാർസ്. എന്താണ്? നക്ഷത്രങ്ങളെക്കുറിച്ച് ഒരു കാര്യവും ഈ ഒരു ജ്യോതിഷിക്ക് അറിയത്തില്ല. കാരണം എന്താണ്? ഇതൊരു കപട ജ്യോതിഷിയാണ്. അപ്പോൾ എന്താണ്? ജീവിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ഉണ്ടാവില്ല അമ്പലത്തിന് മുന്നിലായിട്ട് കൈ നോക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നത്. അതിൽ പലരും ചിലരെങ്കിലും എന്താണ് കുലത്തൊഴിലായിട്ട് വരുന്നവരുണ്ടാവും, കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവും. ബാക്കിയുള്ളവരെല്ലാം നമ്മൾ അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട് വെറുതെ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തന്നെ ഇരിക്കുന്നവരായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇയാൾക്ക് വേറൊരു പണി ചെയ്യാൻ അറിയണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ ആളുകളെ കബളിപ്പിച്ചിട്ട് എന്തെങ്കിലും ഫുഡിന് വേണ്ടിയിട്ടുള്ള വക കണ്ടെത്തുകയാണ്. അപ്പോൾ ഇദ്ദേഹം എന്താണ്? ഒരു കപട ജ്യോതിഷിയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല ഈ ഒരു ജ്യോതിഷത്തിനെ കുറിച്ചിട്ട്. ബട്ട്
somehow made a career by positioning himself next to the person selling fried nuts. അപ്പോൾ ഇവിടെ എന്താണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം പടുത്തുയർത്തിയിട്ടുണ്ട്. മെയ്ഡ് എ കരിയർ ബൈ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പടുത്തുയർത്തിയത്? അതായത് ഇദ്ദേഹം ഇപ്പം ഒരു പുളിമരത്തിൻ്റെ അടിയിലായി ഇരിക്കുന്നതെന്ന് പറഞ്ഞു ഇങ്ങനെ പ്രവചനം നടത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ആരാണ്ടായിരുന്ന ഒരു ഗ്രൗണ്ട് നട്ട്സൊക്കെ നിലക്കടല കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്തിട്ട് വിൽക്കുന്ന അയാളുടെ അടുത്ത് തന്നെ, അത് വിൽക്കുന്ന ആളുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ജ്യോതിഷിയും ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്, പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ പ്രവചിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പാര നോക്കാം. The astrologer had left his town without thinking or planning ahead of time. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ദ അസ്ട്രോളജർ ഹാഡ് ലെഫ്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടി വരിക എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അദ്ദേഹം അസ്ട്രോളജർ, ഈ ഒരു ജ്യോതിഷി മുൻപേ വേറെ എവിടെയോ താമസിച്ച ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു നാട്ടിൽ നിന്ന് അത് ഉപേക്ഷിച്ചിട്ട് ഇവിടത്തേക്ക് കുടിയേറിയിരിക്കുകയാണ്. വിത്തൗട്ട് തിങ്കിങ് ഓർ പ്ലാനിങ് അഹെഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് മുൻകൂട്ടി ചിന്തിക്കുകയോ ആസൂത്രണം ചെയ്യുകയോ ചെയ്യാതെയാണ് പെട്ടെന്നുള്ളൊരു ഒളിച്ചോട്ടമായിരുന്നു ഈ ഒരു ജ്യോതിഷിയുടേത്. ഹി ഹാഡ് എ വർക്കിംഗ് analysis of mankind's problems such as marriage, money and human bonds. അപ്പം അദ്ദേഹത്തിന് നമ്മുടെ എന്താണ് പറയുന്നത്? ഈ ഹാഡ് എ വർക്കിംഗ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തന വിശകലനം. അതായത് നമുക്ക് ചില ആൾക്കാർക്ക് ഒരു ഇൻഡ്യൂഷൻ, അല്ലെങ്കിൽ ചിലർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കും, മറ്റേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ കുറിച്ചിട്ട് വിശകലനം ചെയ്യാൻ, അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇദ്ദേഹത്തിന് ഇവിടെയുള്ള ഈ ഒരു ജ്യോതിഷിക്ക് പ്രത്യേകിച്ച് ഈ ഒരു നക്ഷത്ര ശാസ്ത്രത്തിൽ അറിവോ പരിജ്ഞാനോ ഒന്നുമില്ല. പക്ഷേ ഇത് ഫലിപ്പിക്കാൻ, ഒരാളെ നോക്കിയിട്ട് പല കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു ഇൻ്റലിജൻസ് ഇയാൾക്കുണ്ടായിരുന്നു. അതാണ് മാൻകൈൻഡ്സ് പ്രോബ്ലംസ് സച്ച് ആസ് മാരേജ്. അതായത് ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് മാരേജ്, അല്ലെങ്കിൽ അവരുടെ മണി, സമ്പത്തിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ബോണ്ട്, റിലേഷൻഷിപ്പ് ബോണ്ട്സിനെ കുറിച്ചിട്ടൊക്കെ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളൊരു ഇൻ്റലിജൻ്റ് ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ഈ ഒരു ജ്യോതിഷിക്ക് ഉണ്ടായിരുന്നു. He was paid 3 pies for each question and never opened his lips until the other person had spoken for at least 10 minutes. അപ്പോൾ അടുത്ത ഇദ്ദേഹം എങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ ഒരു കരിയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ അതിനൊരു സർട്ടെയിൻ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഉണ്ടല്ലോ ജ്യോതിഷി, പ്രത്യേകിച്ച് അറിവില്ലല്ലോ ഇതിനെക്കുറിച്ചിട്ട്, എന്നിരുന്നാൽ പോലും ഇദ്ദേഹം 3 പൈസ്, അതൊരു പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ ഉണ്ടായിരുന്ന ഇതാണ് കേട്ടോ, പണമാണ്. അപ്പം എത്രയാണ്? ഓരോ ക്വസ്റ്റ്യനും 3 പൈസ് വെച്ചിട്ടാണ് അദ്ദേഹം വാങ്ങുന്നത്. അപ്പം ഈ ഒരു ആരെങ്കിലും ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു ആൾ ഇതിന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റെങ്കിലും, അറ്റ്ലീസ്റ്റ് 10 മിനിറ്റെങ്കിലും ആ ഒരു വ്യക്തി സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആര് വായി തുറക്കത്തുള്ളൂ? നമ്മുടെ ഈ ഒരു ജ്യോതിഷി അദ്ദേഹത്തിൻ്റെ ഓപ്പൺ ഹിസ് ലിപ്സ്, അല്ല, അദ്ദേഹത്തിൻ്റെ വായ തുറക്കുകയുണ്ടായിരുന്നുള്ളൂ. കാരണം ഈ ഒരു 10 മിനിറ്റ് നമ്മളുടെ മുന്നിലിരിക്കുന്ന ആൾ സംസാരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജ്യോതിഷിക്ക് എന്താണ്, അത്രയ്ക്കും ഇൻഫർമേഷൻ കിട്ടുകയാണല്ലേ ചെയ്യുന്നത്. അപ്പം ആ ഒരു ചെറിയ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു വ്യക്തിക്ക്, എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ മനപ്രയാസങ്ങൾ ഉണ്ടെന്ന് അറ്റ്ലീസ്റ്റ് ഒരു കാമൻ ക്വയറ്റിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് അതിനെ ഇങ്ങനെ ക്യാച്ച് ചെയ്യാനുള്ളത് കിട്ടും. അപ്പം ഓൾറെഡി ഇത് നമ്മുടെ ജോലിയായിട്ട് സ്വീകരിച്ച ആൾക്കാർക്കാണെങ്കിൽ അത് പ്രത്യേകിച്ച് അവരത് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ജ്യോതിഷിയും. ഇറ്റ് ഗേവ് ഹിം ഇനഫ് ഇൻഫർമേഷൻ ഫോർ എ ഡസൻ റെസ്പോൺസസ് ആൻഡ് സജഷൻസ്. അപ്പം ഈ ഒരു ജ്യോതിഷിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ അറ്റ്ലീസ്റ്റ് സംസാരിക്കുമ്പോൾ തന്നെ അത്രയ്ക്കും ഇൻഫർമേഷൻ, ഇറ്റ് ഗേവ് ഹിം ഇനഫ് ഇൻഫർമേഷൻ. എന്താണ് ഈ ഒരു ജ്യോതിഷിൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്ക് കൊടുക്കാനുള്ള അത്രയ്ക്കും ഇൻഫർമേഷൻസ് നമ്മുടെ ജ്യോതിഷിൻ്റെ മനസ്സിലേക്ക് ഉരുണ്ടുകൂടി വന്നിട്ടുണ്ടാവും. ഒന്നെങ്കിൽ റെസ്പോൺസ്, പ്രതികരിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവുമെന്നുള്ള നിർദ്ദേശങ്ങൾ, അതിനെയാണ് നമ്മൾ സജഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മണി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ തീരും,
നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാവുന്നൊക്കെ ഇങ്ങനെ ഈ മുന്നിലിരിക്കുന്ന ആളൊരു 10 മിനിറ്റ് നേരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഗ്യാദർ ചെയ്തിട്ട് നമ്മുടെ ജ്യോതിഷിക്ക് മറുപടി നൽകാം. ഓക്കെ. He gave standard relatable responses that involved common life realities. അപ്പം ഇദ്ദേഹം ഒരിക്കലും ഇങ്ങനെ കള്ളത്തരത്തിൽ കൂടുതലേക്ക്, കള്ളത്തരം എന്നല്ല, ഇപ്പം ലൈക്ക് എന്താണ്, ഭാവിയിൽ ഇങ്ങനെ നടന്നേക്കാം അങ്ങനെയല്ല, കൂടുതലായിട്ട് കോമൺ നമ്മുടെ ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളും റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇദ്ദേഹം ഈ ഒരു നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ പ്രതികരണമൊക്കെ നടത്താറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിനെ കൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ഈ ഒരു ജ്യോതിഷീൻ്റെ അടുത്തേക്ക് വരുന്നത്. ദിസ് ഇമ്മീഡിയറ്റ്ലി വാംഡ് ദ ഹേർട്സ് ഓഫ് ഹിസ് ക്ലയൻസ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തോടനുബന്ധിച്ച് നിൽക്കുന്ന പ്രതികരണങ്ങളോ നിർദ്ദേശങ്ങളോ ആണ് ഈ ഒരു ജ്യോതിഷി നമുക്ക് നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്താണ്, ആൾക്കാർ കൂടും അല്ലേ. അപ്പം ഞാൻ പറയും ആ ഒരു ജ്യോതിഷി നല്ലതാണ്, എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് ഭാവിയിൽ വരാനുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരാളും ജ്യോതിഷിനെ വിസിറ്റ് ചെയ്യാൻ പോയുള്ളൂ അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടെ തന്നെ എന്താണ്, എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ടാവും അല്ലേ. ഇനി ആസ് ഈവൻ ദി മൈൽഡസ്റ്റ് ഓഫ് പീപ്പിൾ എൻജോയ്സ് ഇല്യൂഷൻസ് ലൈക്ക് ഹാവിങ് എ ഫോർബൈഡിങ് എക്സ്റ്റീരിയർ. ഫോർബൈഡിങ് എക്സ്റ്റീരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതോ ഭയപ്പെടുത്തുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്ലേ, നമുക്ക് ഇതുവരെ ഇല്ലാത്ത എക്സ്പീരിയൻസ് ആണ് അത് അയാൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യൂരിയസ് ആയിരിക്കും നമ്മൾ. അപ്പം ചില ആൾക്കാർ എന്താണ്, ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര അഭിപ്രായം ഉണ്ടാവും ഈ ഒരു ജ്യോതിഷീനെ കുറിച്ചിട്ട് അല്ലേ. അപ്പോൾ ഇയാൾ നന്നായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ള ആ ഒരു തിങ്ക് നമ്മുടെ ആ ഒരു ക്ലയൻസിൽ ഉണ്ടാവുന്നതായിരിക്കും. ദ അസ്ട്രോളജർ നോട്ടീസ്ഡ് എ മാൻ സ്റ്റാൻഡിങ് ബിഫോർ ഹിം ആൻഡ് എൻകറേജ്ഡ് ഹിം ടു സിറ്റ് ആൻഡ് ടോക്ക് ഫോർ എ വൈൽ. ദ അതർ കംപ്ലൈൻഡ് അബൌട്ട് സംതിങ് ഇൻ ആൻ അൺക്ലിയർ മാനർ. However, the astrologer confronted him and claimed to be an expert on human nature. The other requested something useful ആൻഡ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് ലൈൻസ് എന്താ വരുന്നത്, അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മുടെ അസ്ട്രോളജർ നോട്ടീസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഒരാൾ ഇദ്ദേഹത്തിൻ്റെ മുൻപിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, സ്റ്റാൻഡിങ് ബിഫോർ ഹിം ആൻഡ് എൻകറേജ്ഡ് ഹിം ടു സിറ്റ് ആൻഡ് ടോക്ക് ഫോർ എ വൈൽ. അപ്പോൾ ഇത്തരത്തിലൊരാൾ ജ്യോതിഷിൻ്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ജ്യോതിഷി പറഞ്ഞാണ്, താങ്കൾ ഇരുന്നോളൂ, നമുക്ക് കുറച്ച് നേരം സംസാരിക്കാമെന്ന്. ദ അതർ കംപ്ലൈൻറ്റ് അബൌട്ട് സംതിങ് ഇൻ എൻ അൺക്ലിയർ മാനർ. പക്ഷേ ഈ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മനസ്സിലാക്കുന്ന തരത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ജ്യോതിഷി എന്താക്കാണ് ആ ഒരു ടൈമിൽ കൺഫ്രണ്ടഡ് ഹിം അല്ലേ, ഈ കൺഫ്രണ്ട് ചെയ്യാണ്, നേരിടാണ്. കാരണം ഈ ഒരു കൺഫ്രണ്ടിൻ്റെ മലയാളം വരുന്നത് നേരിടുക എന്നാണ് കേട്ടോ. അപ്പം ഈ ഒരു ജ്യോതിഷി പറയാണ്, ഞാൻ ഈ ഒരു മനുഷ്യശാസ്ത്രത്തിൽ അത്രയ്ക്കും എക്സ്പേർട്ടായിട്ടുള്ള ജ്യോതിഷാണ്, നിങ്ങൾ വന്നിരുന്നാലും ഞാൻ നിങ്ങളെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന്. അപ്പോൾ എന്താണ് ഇത് കേട്ട മറ്റേ നിൽക്കുന്ന ഒരാൾ പറയുന്നു, ദ അതർ റിക്വസ്റ്റഡ് സംതിങ് യൂസ്ഫുൾ ആൻഡ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ. അപ്പം ചില കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സ്ട്രേഞ്ചർക്ക് ആഗ്രഹം വരികയാണ്. The stranger challenges the astrologer to return an anna to him with interest if he can prove he is bluffing. The astrologer is able to persuade the stranger to pay him 8 annas for satisfactory answers. But it comes with the clause that if the astrologer is wrong, he has to pay back twice as much. അപ്പം നെക്സ്റ്റ് എന്താ വരുന്നത്, അതായത് ഈ ഒരു സ്ട്രേഞ്ചർ നമ്മുടെ അസ്ട്രോളജറിൻ്റെ ജ്യോതിഷിൻ്റെ മുന്നിലായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഈ ഒരു സ്ട്രേഞ്ചർ നമ്മുടെ ജ്യോതിഷീനെ ചലഞ്ച് ചെയ്യാണ്, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നന്നായിട്ടുള്ള ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ബ്ലഫ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കബളിപ്പിക്കുക എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അതായത് എന്നെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ആൻസർ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ആൻസർ നിങ്ങൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് തരണം, എനിക്ക് അണ ആ ഒരു കാലയളവിൽ ഉണ്ടായിരുന്നിട്ടുള്ള പൈസയാണ്, ആ ഒരു അണ നിങ്ങൾ എനിക്ക് പേ ബാക്ക് ചെയ്യണമെന്ന്, പലിശ സഹിതം എനിക്ക് നിങ്ങൾ ആ ഒരു അണ തരണമെന്ന്, നിങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ. അപ്പം എന്താണ് നമ്മുടെ അസ്ട്രോളജർ എന്താ ചെയ്യുന്നത്, പെർസ്യൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേരിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ജ്യോതിഷി പറഞ്ഞു ഈ ഒരു സ്ട്രേഞ്ചറിനോട്, ഞാൻ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള
സാറ്റിസ്ഫാക്ടറി ആൻസേഴ്സ് എന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടിയിട്ടുള്ള ആൻസേഴ്സാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് 8 ആണ പേ ഹിം 8 ആണാസ് 8 ആണ എനിക്ക് നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് ഫീ ആയിട്ട് തരേണ്ടതാണ്. ഇനിയിപ്പം ബട്ട് ഇറ്റ് കംസ് വിത്ത് എ ക്ലോസ് ദാറ്റ് ഇഫ് ദ അസ്ട്രോളജർ ഈസ് സ്ട്രോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവസാനം ഞാൻ പറയുന്നത് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവസാനം ഒരു ഇതിലേക്ക് എത്തിച്ചേരുമ്പോഴേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുമ്പോഴേക്ക് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു 8 അണനേക്കാളും അതിൻ്റെ 2 ഇരട്ടി ഞാൻ നിങ്ങൾക്ക് തിരിച്ചു നൽകുമെന്ന് ജ്യോതിഷി ഈ ഒരു സ്ട്രേഞ്ചറിനോട് പറയാണ്. At one point the astrologer wanted to quit, but the stranger gripped his wrist and declared that he could not back out there. അപ്പോൾ ഇവിടെ എന്താണ്, ഇവരെന്നിട്ട് ഓക്കെ, അപ്പം ആ ഒരു ടൈമിൽ ഇങ്ങനെ ജ്യോതിഷി ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്ട്രേഞ്ചർ പറഞ്ഞു ഓക്കെ ശരിയാണ്. അപ്പോൾ ഇനി കുറച്ച് ഡിസ്കഷനും കാര്യങ്ങൾ ഇവരിങ്ങനെ നടത്താണ് കേട്ടോ. ഇങ്ങനെ ജ്യോതിഷി പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ നമ്മൾ പറയുന്നില്ല, കാരണം ഇതൊരു സമ്മറിയാണല്ലോ വരുന്നത്. അപ്പം ജ്യോതിഷി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ എതിർത്തുകൊണ്ടും കാര്യങ്ങളൊക്കെ ആ ഒരു സ്ട്രേഞ്ചർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്താണ് ഈ നമ്മുടെ ജ്യോതിഷിക്ക് ഈ ഒരു ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യാൻ, പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇതൊരു ഫേക്ക് അസ്ട്രോളജർ ആണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഫേക്കായിട്ടുള്ള ജ്യോതിഷി പറഞ്ഞു ഇല്ല ഞാൻ ക്വിറ്റ് ചെയ്യാണ് ഇതിന്ന്, നാളെ മറ്റൊരു ദിവസത്തേക്ക് നമുക്കിത് മാറ്റി വെക്കാമെന്ന്. പക്ഷേ ഈ ഒരു സ്ട്രേഞ്ചർ എന്താക്കി, അദ്ദേഹം അതിന് വേണ്ടിയിട്ട് തയ്യാറായില്ല. ഹി ഗ്രിപ്ഡ് ഹിസ് റിസ്റ്റ് ആൻഡ് ഡിക്ലെയർഡ് ദാറ്റ് ഹി കുഡ് നോട്ട് ബാക്ക് ഔട്ട് ദെൻ. അപ്പോൾ എന്താണ് ഈ ഒരു സ്ട്രേഞ്ചർ എന്താ പറഞ്ഞത്, ഇല്ല പറ്റില്ല, ഇന്ന് തന്നെ ഇതിൻ്റെ ആൻസർ എനിക്ക് അറിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ജ്യോതിഷീൻ്റെ കൈത്തണ്ടയിൽ ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. The astrologer shivered under his control and his voice turned faint. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ കൈത്തണ്ടയിൽ ഈ ഒരു സ്ട്രേഞ്ചർ കയറി പിടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജ്യോതിഷി ശരിക്കും ഷിവർ ചെയ്യും, പേടിച്ചിട്ടുണ്ടായിരുന്നു. അണ്ടർ ഹിസ് കൺട്രോൾ ആൻഡ് ഹിസ് വോയിസ് ടേൺഡ് ഫെയിൻറ്റ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ഒരാളെ ഇങ്ങനെ പെട്ടെന്ന് ബലമായിട്ട് കൈത്തണ്ടയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടിയും വരും, കൂടാതെ നമ്മൾ പറയാൻ പറ്റിയ കാര്യങ്ങൾ നന്നായിട്ട് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത് മങ്ങിപ്പോവും. ഫെയിൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മങ്ങിപ്പോവാന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസ് ഇങ്ങനെ മങ്ങിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇടറിയിട്ടുണ്ടാവും. വോയിസ് മങ്ങുകയല്ല, ഇടറിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറയാൻ പോയത്, കാരണം പേടിച്ചിട്ടുണ്ടല്ലോ ജ്യോതിഷി ഇപ്പം നന്നായിട്ട്. ഈവൻ ദോ ദ അസ്ട്രോളജർ ട്രൈഡ് ഗിവിങ് ഹിം എ ഡിഫറെൻറ്റ് ഡേ, ദ അതർ ഡിക്ലൈൻഡ്. അപ്പോൾ എന്താണ്, പക്ഷെ എന്നിരുന്നാൽ പോലും എന്താണ് നമ്മുടെ ഈ ഒരു ജ്യോതിഷി ഈ സ്ട്രേഞ്ചറിനോട് പറഞ്ഞ് എനിക്കിപ്പോൾ ഓക്കെ അല്ല, ഞാൻ നാളെ ഒരു ദിവസം തന്നെ നിങ്ങൾക്കിത് പറഞ്ഞു തരാം. അപ്പം ഈ ഒരു സ്ട്രേഞ്ചർ അത് നിരസിച്ചു. ഡിക്ലൈൻ ചെയ്യാന്ന് വെച്ചാൽ നിരസിക്കുക എന്നാണ് കേട്ടോ, അതിന് സമ്മതിച്ചില്ല. He even stopped the astrologer as he started speaking about a woman in his life. The stranger's interest revolved only around his current search. Realizing that he has no other option, the astrologer revealed how the stranger had been fatally wounded. അപ്പോൾ എന്താണ് നെക്സ്റ്റ് വരുന്നത്, he even stopped the astrologer as he started speaking about a woman in his life. അതായത് എന്താണ്, ജ്യോതിഷീനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് ഇത്, ഈ ഒരു സ്ട്രേഞ്ചർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള ഒരു ലേഡീനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്. അപ്പോഴാണ് ഈ ഒരു നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ഈ ശരിക്കും ഈ ഒരു സ്ട്രേഞ്ചറിൻ്റെ ശരിക്കും ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആരെല്ലോ തിരയലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജ്യോതിഷിൻ്റെ മുന്നിൽ ഈ സ്ട്രേഞ്ചർ വന്നിരിക്കുന്നത്. Realizing that he has no other option, the astrologer revealed how the stranger had been fatally wounded. അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ജ്യോതിഷിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് അസഹനീയമാണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രേഞ്ചർക്ക് എന്ത് ക്വസ്റ്റ്യനോ ആണോ ആൻസർ വേണ്ടത് അത് നല്ല തൃപ്തികരമാവുന്ന രീതിയിലേക്ക് ആൻസർ ചെയ്താൽ മാത്രമേ ഇയാൾക്ക് ഇന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്ന് ഈ ഒരു ജ്യോതിഷിക്ക് അവസാനം മനസ്സിലായി. അപ്പോഴെന്താണ് ഈ ഒരു ജ്യോതിഷി ചെയ്തത്, അപ്പം ജ്യോതിഷി ഈ ഒരു സ്ട്രേഞ്ചറിനോടായിട്ട് പറയാണ് എന്താണ് ഇതെങ്ങനെയാണ് ഇയാൾക്ക് ഫാറ്റലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരകമായിട്ട് എന്നാണ് ഈ ഒരു സ്ട്രേഞ്ചർ എങ്ങനെയാണ് മാരകമായിട്ട് മുറിവേറ്റപ്പെട്ടതെന്ന് അതിനെക്കുറിച്ചിട്ട്
പറയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ പറയുന്നുണ്ട്, കുറച്ച് കോൺവെർസേഷനും കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രമാണ്, ഇതൊരു സമ്മറി ആയതുകൊണ്ടാണ്. ആൻഡ് പുഷ്ഡ് ഇൻ ടു എ വെൽ ആൻഡ് ലെഫ്റ്റ് ഫോർ ഡെഡ്. അപ്പം ഈ ഒരു സ്ട്രേഞ്ചറിനോട് ജ്യോതിഷി പറയാണ് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്ര മാരകമായിട്ട് വ്രണപ്പെട്ടിരിക്കുന്നത്, പിന്നെ ആണെങ്കിൽ ഈ ഒരു കിണറിലേക്ക് പുഷ് ചെയ്തിട്ടും അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നത് അല്ലേ, മരിക്കാൻ വേണ്ടി കിണറിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും മരിച്ചില്ല, അതിൽ നിന്ന് രക്ഷപ്പെട്ടത് വന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ജ്യോതിഷി പറയാൻ വേണ്ടി തന്നു. ദ ആസ്ട്രോളജർ ദെൻ ഇൻഫോംഡ് ദ സ്ട്രേഞ്ചർ ദാറ്റ് ഹിസ് കൾപ്രിറ്റ് ഹാഡ് ഡൈഡ് ഫോർ 4 months ago in a distant place and that he would never see him again. അപ്പം നമ്മുടെ ജ്യോതിഷി എന്താണ് പിന്നീട് ഈ ഒരു സ്ട്രേഞ്ചറിനോട് പറയുന്നത്, അതായത് ദാറ്റ് ഹിസ് കൾപ്രിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റവാളി, ഈ ഒരു സ്ട്രേഞ്ചറിനെ കിണറിലേക്ക് തള്ളിയിട്ട കുറ്റവാളി എന്താണ് 4 മാസം മുൻപേ മരിച്ചുപോയി. ഡൈഡ് 4 months ago ഇൻ എ ഡിസ്റ്റൻറ്റ് പ്ലേസ്. ഇവിടെ ഒന്നല്ല, ഒരു ദൂരെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് 4 മാസം മുൻപേ ഈ ഒരു കുറ്റവാളി മരിച്ചു പോയെന്ന് സ്ട്രേഞ്ചറിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രേഞ്ചർക്ക് ഇനി അയാളെ കാണേണ്ടി വരില്ല എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് എന്താണ്, ദ അസ്ട്രോളജർ അഡ്വൈസ് ദ സ്ട്രേഞ്ചർ നെയ്മഡ് ഗുരു നായക്. അപ്പോൾ ഇനിയാണ് ഞാൻ ഇതുവരെ സ്ട്രേഞ്ചർ എന്നാണ് പറഞ്ഞല്ലേ, ഇനിയിപ്പോൾ ഈ ഒരു സ്ട്രേഞ്ചറിൻ്റെ പേര് വരുന്നുണ്ട്, ഗുരുനായക് എന്നാണ് നമ്മുടെ ഈ ഒരു സ്ട്രേഞ്ചറിൻ്റെ പേര് വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ഗുരുനായകിനോട് ജ്യോതിഷി പറഞ്ഞു ടു ടേക്ക് ദ നെക്സ്റ്റ് ട്രെയിൻ ഫോർ ഹോം ആൻഡ് ടു നെവർ ട്രാവൽ സൗത്ത് വേർഡ് അഗെയിൻ ഇഫ് ഹി വാണ്ടഡ് ടു ലിവ് ലോങ്. അപ്പോൾ എന്താണ്, ഈ ഒരു ജ്യോതിഷി നമ്മുടെ ഈ ഒരു ഗുരുനായകിനോട് പറയാണ്, ഓക്കെ നിന്നെ കൊല്ലാൻ നോക്കിയിട്ടുള്ള ആ കുറ്റവാളി മരിച്ചു പോയി, അപ്പോൾ ഇനി നീ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിനക്ക് ഇനിയും കുറേ നാളത്തേക്ക് ജീവിക്കണമെന്നെങ്കിൽ, ഇഫ് ഹി വാണ്ടഡ് ടു ലിവ് ലോങ്, കുറേ നാളത്തേക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഇനി ഒരിക്കലും ഈ ഒരു ഭാഗത്തേക്ക് സൗത്ത് വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ നിൽക്കുന്ന ആ ഒരു സെഷനിലേക്ക് ഇനി വരരുത്, നീ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇപ്പം നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുകയെന്നാണ്. സെൻസിങ് ഗുരു നായക്സ് നീഡ്നെസ് to know whether his culprit died in a manner apt for his wrongdoing, the astrologer clarified that a lorry had crushed him. അപ്പം എന്താണ്, ഒന്നും കൂടി ഈ ഒരു ഗുരുനായകിനെ എന്താണ് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, നീനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീക്ഷ്ണത എന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു ഗുരുനായകിന് എന്നിട്ടും ഉറപ്പില്ല, കാരണം എന്നെ കൊല്ലാൻ ശ്രമിച്ച ആൾ മരിച്ചിട്ടുണ്ടാവോ എന്നുള്ള ആ ഒരു തീക്ഷ്ണത അയാളുടെ കണ്ണിൽ കാണാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇത് മനസ്സിലാക്കിയ ജ്യോതിഷി എന്ത് പറഞ്ഞു, ആപ്പ് ഫോർ ഹിസ് റോങ് ഡൂയിങ്, തെറ്റായിട്ടുള്ള എന്താണ് ഈ ഒരു നിന്നെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടുള്ള കുറ്റവാളി അവൻ ചെയ്ത തെറ്റായിട്ടുള്ള പ്രവൃത്തിക്ക് യോജ്യമായ രീതിയിൽ തന്നെ അവൻ എന്താണ് ഒരു ലോറി വന്ന് അവനെ ഇടിച്ച് കൊന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ജ്യോതിഷി ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഗുരുനായകിനെ പറഞ്ഞിട്ട് ക്ലാരിഫൈ ചെയ്യുന്നത്. അയാൾ മരിച്ചെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്, ശരിക്കും മരിച്ചതല്ല. വേറൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതിൽ. ദ സ്ട്രേഞ്ചർ ലെഫ്റ്റ് ആഫ്റ്റർ ദാറ്റ് ആൻഡ് ദി ഏരിയ ഹാഡ് ബിക്കം എംപ്റ്റി. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം ഈ ഒരു മറുപടി ആർക്ക്, ഈ ഒരു ഗുരുനായകിന് ഇഷ്ടപ്പെട്ട് അദ്ദേഹം എന്താണ് ആ ഒരു സ്ഥലം കാലിയാക്കി. ബിക്കം എംപ്റ്റി അല്ലേ, ദ ഏരിയ ഹാഡ് ബിക്കം എംപ്റ്റി, സ്ഥലം കാലിയാക്കി പോയി. ഓൺ റിട്ടേണിംഗ് ഹോം ദ അസ്ട്രോളജേഴ്സ് വൈഫ് വാസ് ത്രിൽഡ് ടു നോ ഹൗ ഹി ഹാഡ് റിസീവ്ഡ് എ ഹാൻഡ്ഫുൾ ഓഫ് കോയിൻസ് ഫ്രം എ സ്ട്രേഞ്ചർ. അപ്പം ഈ ഒരു ജ്യോതിഷി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടുതൽ ത്രില്ലായിട്ടുണ്ടായിരുന്നു. ത്രില്ലാവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് എന്താണ് ആകാംക്ഷ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത്രയധികം കോയിൻസ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് ഈ ഒരു ജ്യോതിഷിക്ക്. The 12.5 annas would make it possible for her to buy the ingredients to prepare some sweets for her child. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പം വൈഫിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നി, കാരണം ഈ ഒരു പൈസ ഉപയോഗിച്ചിട്ട് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്വീറ്റ് ഐറ്റംസ് വാങ്ങാൻ കഴിയല്ലോ എന്ന് അവർക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടായിരുന്നു. However, the astrologer felt cheated as he had been promised a full rupee. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷിക്കാണെങ്കിലോ ഒരുമാതിരി ചീറ്റ് ചെയ്യപ്പെട്ട പോലെ തോന്നി, കാരണം കബളിപ്പിക്കപ്പെട്ട പോലെ. കാരണം ഈ ഒരു സ്ട്രേഞ്ചർ ഒരു ഫുൾ റുപ്പി എന്നെ കൊടുക്കാമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷേ ഇപ്പോൾ ആകെ 12.5 അണാസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ശരിക്കും ജ്യോതിഷിക്ക് ശരിക്കും വിഷമമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്.
It is only after dinner that the astrologer revealed to his wife how he was feeling light after a long time. അപ്പം ഈ ഒരു വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമാണ് ആര് നമ്മുടെ ഈ ഒരു ജ്യോതിഷി റിവീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിപ്പെടുത്തുന്നത് ടു ഹിസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയോടായിട്ട് ഇങ്ങനെ വെളിപ്പെടുത്തുന്നത്. ഇത്രയും നാളിന് ശേഷം ഇദ്ദേഹത്തിന് എത്ര ഫീലിംഗ് ലൈറ്റ്, നല്ലൊരു സമാധാനം തോന്നിയത് ഇപ്പോഴാണ് വെളിപ്പെടുത്തുകയാണ്. ഹി ഇൻഫോംഡ് ഹെർ ഹൗ വാസ് ആസ് എ ഡ്രങ്ക് യങ്സ്റ്റർ. അപ്പം അദ്ദേഹം അവൻ്റെ ഭാര്യയോടായിട്ട് പറയാണ്, ഞാൻ ചെറുപ്പകാലത്ത് ഭയങ്കര മദ്യപാനിയായിരുന്നു. ഹി ഹാഡ് ട്രൈ ടു മർഡർ എ മാൻ ഇൻ ഹിസ് കമ്മ്യൂണിറ്റി ആഫ്റ്റർ എ മേജർ ക്വാറൽ ഓവർ എ ഗെയിം ഓഫ് ഗാംബ്ലിങ്. അപ്പം ആ ഒരു ചെറിയ പ്രായത്തിൽ ഇദ്ദേഹം ഭയങ്കര മദ്യപാനിയായിരുന്നു. ആ ഒരു ടൈമിൽ അവരുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള, അവരുടെ തന്നെ ആ ഒരു ചുറ്റുവട്ടത്തിലുള്ളൊരു ആളുമായിട്ട് ഇവനിങ്ങനെ ക്വാറലിൽ ഏർപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കച്ചറ സംവാദത്തിൽ ഏർപ്പെടുകയാണ്. ആ ഒരു ടൈമിൽ എന്തിനെ ചൊല്ലിയിട്ടാണ്, ഗാംബ്ലിങ് നടത്തുന്ന ആ ഒരു ഗെയിമിനെ ചൊല്ലിയിട്ടാണ് ഇവർ ഇത്തരത്തിൽ ഇങ്ങനെ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സെൻസ് ഓഫ് ഗിൽട്ട് ഓഫ് ഹാവിങ് ദ ബ്ലഡ് ഓഫ് എ മാൻ ഓൺ ഹിസ് ഹാൻഡ്സ് ദാറ്റ് ഹി ഹാഡ് മൂവ്ഡ് ആൻഡ് സെറ്റിൽഡ് അവേ ഫ്രം ഹിസ് ഹോം. അപ്പോൾ ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. അപ്പം നേരത്തെ ആ ഒരു ഗുരുനായക്ക് അന്വേഷിച്ച് വന്നിട്ടുള്ള ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, നമ്മുടെ ഈ ഒരു അസ്ട്രോളജർ തന്നെയാണ്. അതായത് ആ ഒരു ടൈമിൽ മദ്യപാനിയായിരുന്ന അസ്ട്രോളജർ പിന്നീട് ആ ഒരു ചൂതുകളിയെ, ആ ഒരു ഗാംബ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂതുകളി അത്തരത്തിലുള്ള ഗെയിം കാരണം ഈ ഒരു ഗുരുനായനായക്കുമായിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടുകയും പിന്നെ അത് കിണറിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ടൈമിൽ വല്ലാതെ ഒരു ഗിൽട്ട് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കുറ്റബോധം ഇയാളെ തളർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഹാവിങ് ദ ബ്ലഡ് ഓഫ് എ മാൻ ഓൺ ഹിസ് ഹാൻഡ്, അതായത് ഒരാളെ കൊല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ. അതുകൊണ്ടാണ് അവൻ്റെ ഹോം ടൗൺ അവൻ്റെ ജന്മദേശം ഉപേക്ഷിച്ചിട്ട് ജ്യോതിഷി ഇങ്ങോട്ടേക്ക് താമസം മാറ്റിയിട്ടുണ്ടായിരുന്നത്. ബട്ട് ഹാവിങ് സീൻ ഗുരു നായക് അലൈവ് ദാറ്റ് നൈറ്റ് ഹി ഫെൽറ്റ് അൺബേർഡൻഡ്. അപ്പം അപ്പം ഈ കുറേ നാളിന് ശേഷം ഗുരുനായക്കിനെ, അതായത് അന്ന് സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന ഗുരുനായക്കിനെ വീണ്ടും ഇന്നലെ കാണാൻ പറ്റിയതിൽ, അല്ലെങ്കിൽ അയാൾ ജീവനോടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ആർക്ക് സന്തോഷമായി, ഈ ഒരു ജ്യോതിഷിക്ക്. അൺബേർഡൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരമില്ലാതെ ആയി എന്നാണ് കേട്ടോ. അത് നന്നായിട്ട് ഭാരമില്ലാതെ ഒരു ആശ്വാസമായി തോന്നി. കോൺസിക്വൻ്റ്ലി ഹി സ്ട്രെച്ച്ഡ് ഹിംസെൽഫ് ഓൺ ദ പയൽ ആൻഡ് യോൺഡ്. അപ്പോൾ കോൺസിക്വൻ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ തത്ഫലമായി. അപ്പോൾ ഇദ്ദേഹം ഇപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഹി സ്ട്രെച്ച്ഡ് ഹിംസെൽഫ് ഓൺ ദ പയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മറെന്നാണ് കേട്ടോ. അപ്പോൾ അന്നേരം ഉമ്മറത്ത് പോയിരുന്ന് ഇദ്ദേഹം കൊട്ടുവായിട്ട് ഒന്ന് നന്നായിട്ട് കെടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇതാണ് അവസാന ഭാഗം വരുന്നത്. അപ്പോൾ ഇതോടെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കഥ എഴുതിയത് ആരാണ്. അപ്പോൾ നമ്മുടെ കഥ റിട്ടൺ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ RK നാരായണാണ്. അപ്പം RK നാരായണൻ്റെ പല കഥകളെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥ തന്നെയാണ് അസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറയുന്നതും. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതിനകത്തുനിന്ന് നമുക്ക് നോക്കേണ്ടത്, വാട്ട് ഈസ് ദ പ്രൊഫഷൻ ഓഫ് ദ പ്രൊട്ടഗോണിസ്റ്റ് ഇൻ ദ സ്റ്റോറി. പ്രൊട്ടഗോണിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥാനായകനെയാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ആരാണ് കഥാനായകൻ വരുന്നത്? ജ്യോതിഷിയാണ്. അദ്ദേഹത്തെ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു സ്റ്റോറി വരുന്നത് അല്ലേ. അപ്പം എന്ത് പ്രൊഫഷനാണ് നമ്മുടെ ഈ ഒരു ജ്യോതിഷിയുടേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷൻ്റെ പേര് പറഞ്ഞ അസ്ട്രോളജിയാണ് അല്ലെ, ജ്യോതിഷമാണ് ഇയാളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. വാട്ട് വർ ദ പ്രൊഫഷണൽ എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ബൈ ദ പ്രൊട്ടഗോണിസ്റ്റ് ടു അട്രാക്ട് ഹിസ് കസ്റ്റമേഴ്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊഫഷണൽ എക്യുപ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെ ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് ഈ ഒരു കസ്റ്റമേഴ്സ് ഇയാളെ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഡസൺ ഓഫ് കൗറി ഷെൽസ്, കവടി, പിന്നെ ആണെങ്കിൽ ഈ ഒരു മിസ്റ്റിക് ചാർട്ട് വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ അത് കാണുമ്പോൾ, പിന്നെ ആണെങ്കിൽ ഒരു നോട്ട്ബുക്ക്, പാൽമിറ റൈറ്റിങ്, ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഇയാളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇയാളൊരു ജ്യോതിഷാണെന്നും കാര്യങ്ങൾ നല്ലോണം പറയാൻ പറ്റുമെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നത്. Given below are a few words. Find their antonyms, words with opposite meaning from the passage and write them in the
ഗിവൺ. അതായത് താഴെയിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻറ്റോണിം കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആൻറ്റോണിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തന്നിരിക്കുന്ന ഒരു വേർഡിൻ്റെ ആൻറ്റോണിം കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് കാണാമെന്നാണ്. ഇനി സിനോണിം കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വേർഡിൻ്റെ അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇവിടെ നമ്മളോട് തന്നിരിക്കുന്ന വേർഡിൻ്റെ മറ്റൊരു ഇതിനെയാണ് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞത്, ആൻറ്റോണിമിനെയാണ്. അപ്പോൾ നമുക്ക് വേർഡ്സ് നോക്കാം. ഫസ്റ്റ് വരുന്നത് ബ്ലണ്ട് എന്നാണ്. ബ്ലണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂർച്ചയില്ലാത്ത എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അപ്പോൾ ബ്ലണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂർച്ചയില്ലാത്ത. അപ്പോൾ മൂർച്ചയില്ലാത്ത എന്ന് വരുമ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്താ എഴുതാം, നമുക്ക് മൂർച്ചയുള്ളതെന്ന് എഴുതാം അല്ലേ. അതായത് ഷാർപ്പ് എന്ന് നമുക്ക് എഴുതാം. ഇനി ഇവിടെ രണ്ടാമത്തെ വരുന്നത് ഡിസ്കംഫേർട്ടാണ്, അസ്വസ്ഥത എന്ന്. ഡിസ്കംഫേർട്ട്. അപ്പോൾ ഇതിൻ്റെ അത് ഭയങ്കര ഈസി ആയിരിക്കും, കംഫേർട്ട് ആയിരിക്കും അല്ലേ, സ്വസ്ഥത അല്ലേ, സ്വസ്ഥമായിട്ടുള്ളത്. കംഫേർട്ട് എന്ന് നമുക്ക് ഇതിൻ്റെ ആൻസറായിട്ട് എഴുതാം. ഇനി എന്താണ്, കോസ്റ്റ്ലി എന്നാണ് ഒരു വേർഡ് വരുന്നത്. കോസ്റ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചിലവേറിയിട്ടുള്ള എന്നാണ്. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എന്താണ്, ചിലവ് കുറഞ്ഞത്, ചീപ്പായിട്ടുള്ളത് അല്ലേ, ചീപ്പ് എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് വരുന്നത് കോംപ്ലക്സ്. കോംപ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കീർണമായത് എന്നാണ് വരുന്നത്. അപ്പോൾ സങ്കീർണമായത് സിമ്പിൾ അല്ലേ, സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ളത്. കോംപ്ലക്സ് എന്ന് സങ്കീർണം, സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമുള്ളത്. ഇനി നെക്സ്റ്റ് ഇന്നസെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിരപരാധി എന്ന് നമ്മൾ പറയും അല്ലേ, ഇന്നസെൻ്റ്. ഈ ഒരു നിരപരാധിക്ക് ഓപ്പോസിറ്റ് നമുക്ക് എന്ത് പറയാം, സ്ട്രൂഡ് എന്ന് പറയാം അല്ലേ. സ്ട്രൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കൗശലക്കാരൻ എന്ന് പറയാം. നിരപരാധിയും കൗശലക്കാരൻ, സ്ട്രൂഡ്, രണ്ട് ഓപ്പോസിറ്റ് മീനിങ്. ഇനി ഡിഷോണസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സത്യസന്ധത ഇല്ലാത്തത്. നേരത്തെ ഡിസ്കംഫേർട്ട് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും വരുന്ന. ഈ ഒരു DIS എടുത്ത് മാറ്റിയാൽ മതി. അപ്പം ഓണസ്റ്റ്. ഡിസോണസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധത ഇല്ലാത്തത്. അപ്പം എൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് ഓണസ്റ്റ് ആണ്, സത്യസന്ധത എന്ന് പറയും നമ്മൾ, ഓണസ്റ്റ് മാൻ അല്ലെങ്കിൽ ഓണസ്റ്റ് ലേഡി ഒക്കെ പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി വരുന്നത് ഡസ് ദി അസ്ട്രോളജർ ഹാവ് സ്പെഷ്യൽ പവേഴ്സ് ഓഫ് പ്രഡിക്റ്റിംഗ് ദി ഫ്യൂച്ചർ എന്ന്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഈ ഒരു അസ്ട്രോളജറിന് ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനുള്ള എന്തെങ്കിലും കഴിവുണ്ടോ എന്നാണ്. തീർച്ചയായിട്ടും ഇല്ല അല്ലേ, ഇല്ല എന്ന് മാത്രം എഴുതി കൊടുത്താൽ മതി. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണത്. ഇനി ഹൗ മച്ച് ഫീ ഡിഡ് ദ അസ്ട്രോളജർ ചാർജ് പെർ ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യന് എത്ര ഫീ വെച്ചിട്ടാണ് അദ്ദേഹം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ സമ്മറിയിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ, 3 പൈ വെച്ചിട്ടാണ്, 3 പൈസ ആണ് വാങ്ങുന്നത് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻസ്. ഹൗ ഡിഡ് ദ അസ്ട്രോളജർ ഇനീഷ്യലി റിയാക്ട് അപ്പോൺ സീയിങ് ദ സ്ട്രേഞ്ചർ. അപ്പം ഫസ്റ്റ് തന്നെ ഈ ഒരു ഗുരുനായകിനെ കാണുമ്പോൾ, സ്ട്രേഞ്ചറിനെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജ്യോതിഷി ഇനീഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പ്രതികരിച്ചിട്ടുണ്ടായി. റിയാക്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്, സ്റ്റാർട്ടിൽഡ് ആൻഡ് ഫിയർഫുൾ അല്ലേ. അപ്പോൾ എന്താണ്, പെട്ടെന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ എഴുതിയാൽ മതി. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ലീവ് മീ ടുഡേ ഐ വിൽ സ്പീക്ക് ടു യു ടുമാറോ. ഹൂ ഇസ് ദ സ്പീക്കർ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്, ചൂസ് ദി അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. അപ്പോൾ ഇത് നമ്മുടെ ശരിക്കും ചാപ്റ്ററിൽ വരുന്ന ഒരു കോൺവെർസേഷൻ ആണ്. നമ്മളിത് സമ്മറി പറഞ്ഞതിനെ കൊണ്ട് നിങ്ങൾക്കത് മിസ്സായതാണ്. അപ്പോൾ എന്താണ്, ഇത് ചാപ്റ്ററിൽ വരുന്നതാണ് കേട്ടോ. ലീവ് മീ ടുഡേ ഐ വിൽ സ്പീക്ക് ടു യു ടുമോറോ. പക്ഷേ ഇതിനെക്കുറിച്ച് സമ്മറിയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ അസ്ട്രോളജർ ആണല്ലോ. പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ഈ ഒരു ഗുരുനായകിനോട് പറഞ്ഞപ്പം ഗുരുനായകിന് ഇഷ്ടമായിട്ടില്ല. അപ്പം എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അസ്ട്രോളജർ എന്താക്കി, നാളെ ഞാൻ പറയാം. അപ്പം കുറച്ചും കൂടി കാര്യങ്ങൾ ആലോചിച്ച് വെക്കാമല്ലോ അസ്ട്രോളജറിന്, ഒരു കുറച്ച് ടൈം കിട്ടുമല്ലോ. അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയാൻ കാരണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ദ അസ്ട്രോളജർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി അസ്ട്രോളജേഴ്സ് കാർ സിംബോളൈസസ് ഇൻ ദി സ്റ്റോറി. അപ്പം ഈ ഒരു സ്റ്റോറി ഉണ്ടല്ലോ ചാപ്റ്ററിൽ അസ്ട്രോളജറിൻ്റെ എന്താണ് മുഖത്തായിട്ടൊരു സ്കാർ, ഒരു ഇത് കാണുന്നുണ്ട്. അപ്പോൾ അതെന്തിനെയാണ്, സ്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി തഴമ്പ് പോലെ ഉണ്ടാവൂലേ, അത് കാണുന്നുണ്ട്. അപ്പോൾ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ്, സിംബലൈസ് ചെയ്യാന്ന് വെച്ചാൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ താഴെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് ചൂസ് ചെയ്താൽ മാത്രം മതി. ഫിസിക്കൽ ഇഞ്ചുറി, ശരീരത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു മുറിവ് മൂലം അല്ലെങ്കിൽ ബർത്ത് മാർക്ക്, ജനിച്ച ടൈമിൽ ഉണ്ടായിരുന്നതാണ്
ആ ഒരു സ്കാർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിമൈൻഡർ ഓഫ് ഹിസ് പാസ്റ്റ് മിസ്റ്റേക്ക്, അതായത് മുൻപേ മൂപ്പര് ചെയ്തിട്ടുണ്ടായിരുന്ന എന്തെല്ലോ മിസ്റ്റേക്കിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. എ മാർക്ക് ഓഫ് ഹിസ് എക്സ്പെർട്ടൈസ് ഇൻ അസ്ട്രോളജി. പിന്നെ 4ാമത്തെ ഓപ്ഷൻ എന്താണ് വരുന്നത്, അതായത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആ ഒരു എക്സ്പെർട്ടൈസ് ചെയ്യുന്നതിനെ കൊണ്ട് ഉണ്ടായിരുന്നുള്ള ആ ഒരു വലിയ മഹത് വ്യക്തിയാണെന്ന് കാണിക്കുന്ന മാർക്കാണെന്ന്. അപ്പോൾ ഇതിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത് റിമൈൻഡർ ഓഫ് ഹിസ് പാസ്റ്റ് മിസ്റ്റേക്കാണ്. അതായത് മുൻപ് അയാൾ എന്താണ് ഒരു കുറ്റവാളിയായിരുന്നു അല്ലേ, ഗുരുനായകിനെ എന്താണ് തള്ളിയിട്ടത് ഇയാളായിരുന്നു. ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന മുറിവായിരുന്നു അത്. അതുകൊണ്ടാണ് അത് ഇപ്പോഴും വിസിബിളായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി 9th ക്വസ്റ്റ്യൻ വരുന്നത്, what motivated the astrologer to confront the stranger openly? Choose the correct answer from the options given below. അപ്പോൾ എന്താണ് ഈ ഒരു ജ്യോതിഷിയെ എന്താണ് കൺഫ്രണ്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിടുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരുനായകിനെ എങ്ങനെ നേരിടാൻ എത്രത്തോളം മോട്ടിവേഷൻ എങ്ങനെയാണ് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്നാണ്. അപ്പോൾ അത് താഴെ നിന്ന് സെലക്ട് ചെയ്യാണ്. ഫിയർ ഓഫ് എക്സ്പോഷർ ആണ്. ഫിയർ ഓഫ് എക്സ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പേടി മൂലമുള്ള ഒരു സമ്പർക്കത്തിന് എക്സ്പോഷർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് 2ാമത്തെ ഓപ്ഷൻ, ഗിൽട്ട് ആൻഡ് ദി നീഡ് ഫോർ റിഡംഷൻ. ഗിൽട്ട് ആൻഡ് നീഡ് ഫോർ റിഡംഷൻ എന്ന് വെച്ചാൽ എന്താണ്, കുറ്റബോധം അല്ലേ, ഗിൽട്ട് ആൻഡ് നീഡ് ഫോർ റിഡംഷൻ, വീണ്ടെടുപ്പ്, ചെയ്ത കുറ്റത്തിൽ നിന്ന് പാപമുക്തനാവാനുള്ള ആ ഒരു വീണ്ടെടുപ്പ്. അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കാം, ദ സ്ട്രേഞ്ചേഴ്സ് ഇൻസിസ്റ്റൻസ് ഓൺ ദ ട്രൂത്ത്. ഇൻസിസ്റ്റൻസ് ഓൺ ദ ട്രൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിന് വേണ്ടിയിട്ടുള്ള നിർബന്ധം. പിന്നെ ഡിസയർ ഫോർ റിവെഞ്ച്, പ്രതികാര ബുദ്ധി അല്ലേ, പ്രതികാരം ചെയ്യാനുള്ള ആ ഒരു ആവശ്യകത. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്? അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ ഈ ഒരു സ്ട്രേഞ്ചറിനെ ഗുരുനായകിനെ നേരിടാൻ എത്തരത്തിലുള്ള മോട്ടിവേഷനാണ് ജ്യോതിഷിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന്. അതായത് ഇതിൻ്റെ ആൻസറായിട്ട് എഴുതാവുന്നതാണ് ഗിൽട്ട് ആൻഡ് കുറ്റബോധം അല്ലേ. മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രവൃത്തിയിൽ അദ്ദേഹം പശ്ചാത്താപിക്കുന്നുണ്ട്. കൂടാതെ അത് തിരുത്തണമെന്നുള്ള ഒരു എന്താണ് മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, കുറ്റബോധം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഗുരുനായകിനോട് നന്നായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേർ വാസ് ഗുരുനായക് വില്ലേജ് സിറ്റുവേറ്റഡ്? എവിടെയാണ് ഗുരുനായകിൻ്റെ വില്ലേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് കഥയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എവിടെയാണ് ഗുരുനായകിൻ്റെ വരുന്നത്? അസ്ട്രോളജറിൻ്റെ ടൗണിലാണ് ഗുരുനായകിൻ്റെ സ്ഥലം വരുന്നത്. പിന്നെ ആണെങ്കിൽ അത് പ്രത്യേകിച്ച് എൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നില്ല. ആൻഡ് വെൻ ഡിഡ് ദ അസ്ട്രോളജർ റീച്ച് ഹോം? എപ്പോഴാണ് അസ്ട്രോളജർ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നത്? അത് കഥയിൽ പറയുന്നുണ്ട് കേട്ടോ. മിഡ് നൈറ്റിലാണ് അദ്ദേഹം എടുക്കുന്നത്. രാത്രി 12 മണിയോടൊക്കെയാണ് ആരെത്തുന്നത്? മിഡ് ഡേ നമ്മൾ കണ്ടു. അപ്പം തിരിച്ചെത്തുമ്പോൾ എന്താ, മിഡ് നൈറ്റായി, 12 മണിയായി, രാത്രി 12 മണിയായി. ഇനി നോക്കുമ്പോൾ, വാട്ട് ഡിഡ് ദ അസ്ട്രോളജേഴ്സ് വൈഫ് പ്ലാൻ ടു ഡു വിത്ത് 12.5 അനാസ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഈ ഒരു അസ്ട്രോളജറിൻ്റെ കയ്യിൽ എന്താണ് 12.5 അനാസ് നമ്മുടെ ഈ ഒരു വൈഫ് കണ്ടിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് എന്ത് ചെയ്യാനായിരുന്നു വൈഫ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു സമ്മറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കുറച്ച് സ്വീറ്റ്സ് തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാനാണ് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കുക, സമ്മറി നോക്കുക, ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ആൻസേഴ്സൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആസ്ട്രോളജറിൻ്റെയും ഗുരുനായകിൻ്റെയും ആ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ അവരെന്തെങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ടുള്ളത് ആണ് ക്യാരക്ടറിസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ വരുന്നത്. എനിവേ ഞാൻ എൻ്റെ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.